ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് സ്റ്റേജ് 1 എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. അപ്പോൾ ഈ ആൻസർ കീ നോക്കിയിട്ട് എക്സാം എഴുതിയവർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ്? ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി GV രാജ അവാർഡ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷ. മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ ബി മിസോറാം. 12ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇതിൽ ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്കൊന്ന് നോക്കാനുള്ള സൗകര്യത്തിന്, എക്സാം എഴുതിയവർക്ക് ഇതൊന്ന് നോക്കാനുള്ള സൗകര്യത്തിന് ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റഡ് ആയിട്ടുള്ളതിന് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത, ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തേക്കുക. ഇന്ത്യയിലെ വാതോർജ നിലയം? ഓപ്ഷൻ എ ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? ഓപ്ഷൻ ഡി രാകാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഓപ്ഷൻ എ ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ഓപ്ഷൻ ബി ദിഗ്ബോയ്. 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ആൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. 17ാമത്തെ, അതിന് സി എന്ന് മാർക്ക് ചെയ്തേക്കാവേ. ചേഞ്ച് ആയ ആൻസർ ആണ് കേട്ടോ 17ാമത്തെ ചോദ്യം. ചോദ്യം ഇതായിരുന്നു, ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഇപ്പൊ ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, വൂളാർ. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വൂളാർ. ഓക്കെ, 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അമാൻ സേതു. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഓപ്ഷൻ സി താർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2. തെറ്റായ പ്രസ്താവനകൾ: പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെട്ടത് ആര്? ഓപ്ഷൻ ബി അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1, 3. തെറ്റായ പ്രസ്താവനകൾ: വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി.
സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത്? ഓപ്ഷൻ ഡി 2, 3. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷന് 1, 2. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളുടെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഓപ്ഷൻ ഡി 2, 4. ശരിയായ പ്രസ്താവനകൾ: സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ: ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി 3. മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വച്ചാണ്? ഓപ്ഷൻ സി ആലുവ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷന് 3. സിറ്റിസൺ ഫോർ ഡെമോക്രസി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3, 4. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴശിക്ഷ ചുമത്താവുന്നത് ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നവ: തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം? ഓപ്ഷൻ സി 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷന് വി ഹരി നായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? ഓപ്ഷൻ ബി തെന്മല. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിൽ എവിടെയാണ്? ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഓപ്ഷൻ സി വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? ഓപ്ഷൻ ഡി JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? ഓപ്ഷൻ എ കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മൂഫിറസ് ഇതിൽ ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ സി പാലക്കാട്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി അയ്യങ്കാളി. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവെ
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ഓപ്ഷൻ ബി ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി 2, 4. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഓപ്ഷൻ എ ഡിലനോയ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 3. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി 1, 2. മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം. ഓപ്ഷൻ ബി 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിശ്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ. മനുഷ്യശരീരത്തിൽ ഏതു ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ. ഡോട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്. ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി പയറ്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി എ ശരിയാണ്, 6 തെറ്റാണ്. അപ്പം ശരിയായ പ്രസ്താവന, മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അപ്പം 6 കാരണം തെറ്റാണ്. തെറ്റായ കാരണം ഇതാണ്: ആൺപൂവിലെ പരാഗണ രേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാരണം തെറ്റാണ് കേട്ടോ. ഓക്കെ, എ ശരിയാണ്, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എയും ഡിയും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി = ഡാഷ് വാട്ടാണ്. ഓപ്ഷൻ ബി 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം? ഓപ്ഷൻ സി സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി 2000 ഹെർട്സ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ കാർബൺ 12. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്.
ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓപ്ഷൻ ബി സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ ഉൽപ്പതനം. ഇനി മാത്സ് ആണ്. ഈ മാത്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഓക്കെ. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 51. 2 2 പ്ലസ് 3 3 മൈനസ് 4 5 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ 1 20 11. 2 √2 പ്ലസ് 3 √2 മൈനസ് √8 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 3 √2. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 39. അടുത്ത പദം ഏത്? 3 7 15 31. ഓപ്ഷൻ സി 63. 16 പ്ലസ് 8/2 ഇൻറ്റു 6 മൈനസ് 20 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ ബി 20. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? ഓപ്ഷൻ സി 20 ഡിഗ്രി. 5x-1 ഇൻറ്റു 5³ ഇൻറ്റു 5² ഇസ് ഈക്വൽ ടു 3125 എങ്കിൽ എക്സിൻ്റെ വില? ഓപ്ഷൻ ബി 1. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? ഓപ്ഷൻ ഡി 40. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? ഓപ്ഷൻ ബി 20%. 1 1 2 3 5 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഓപ്ഷൻ ബി 13. 3 സ്റ്റാർ 2 ഈസ് ഈക്വൽ ടു 9, 4 സ്റ്റാർ 3 ഈസ് ഈക്വൽ ടു 13, 5 സ്റ്റാർ 4 ഈസ് ഈക്വൽ ടു 17 ആയാൽ 6 സ്റ്റാർ 5 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ ഡി 21. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3 6 11 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയായിരിക്കും? ഓപ്ഷൻ എ 4 കിലോമീറ്റർ തെക്ക്. 7 പ്ലസ് 8/4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്ര? ഓപ്ഷൻ സി 4. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? ഓപ്ഷൻ ബി 43. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും? ഓപ്ഷൻ സി 120 ഡിഗ്രി. 3:12 ഇസ് ഈക്വൽ ടു x:60 ആയാൽ എക്സിന്റെ വില എത്ര? ഓപ്ഷൻ ഡി 15. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 6/3 പ്ലസ് 2 മൈനസ് 8 ഇൻറ്റു 4 എത്രയായിരിക്കും? ഓപ്ഷൻ എ 2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7 10 6 13 5 16 എന്ന ശ്രേണിയുടെ 9ാം പദം ഏത്? ഓപ്ഷൻ സി 3. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ചോദ്യപേപ്പറിലെ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. മാത്സ് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളും 81 മുതൽ 100 വരെയുള്ള മാത്സിൻ്റെ ചോദ്യങ്ങളും, മാത്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേറൊരു വീഡിയോ ഉണ്ട്. അതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പം ഇനി വരുന്ന എക്സാമുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ആ ക്ലാസ്. അപ്പോൾ നിങ്ങളത് പോയി പഠിക്കുക കേട്ടോ. റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എക്സാം ഉള്ളവർ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തും ഇവിടെ തന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അതിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എഴുതുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ എല്ലാം ബേസ് ചെയ്തിട്ട് ഇതിലെ ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്